ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ഹൈലൈറ്റ് മാളിലേക്ക്. അയ്യോ ആ സന്തോഷം കണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ, എന്റെ രണ്ട് അനുജത്തിമാരും കൂടെയുണ്ട്. നമുക്കൊന്ന് ബസ്സിൽ കയറിയല്ലോ മക്കളെ. കയ്യിൽ നിന്ന് കാണിച്ച് ബസ്സിൽ കയറിയല്ലോ. വേണ്ട, അത്രയും ഷോ വേണ്ട. അപ്പൊ നമുക്ക് അങ്ങ് നടക്കാം അല്ലേ? അപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഞാനല്ലാണ്ട് ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കാൻ? ഞാനല്ലേ ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് താമസിക്കുന്ന ആള്. അവരൊക്കെ തൃശ്ശൂരിനപ്പുറത്തുനിന്ന് വരുന്നതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിലോട്ട് കയറി. എൻ്റെ അമ്മയെ ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് ആൻഡ് റെഡ്. എൻ്റെ അമ്മയെ പൊന്നോ, സൂപ്പർ ഡ്രസ്സല്ലേ. എൻ്റെ മുഖം കണ്ടില്ലേ, തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം വൈറ്റ് കുറേ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. എനിക്ക് കൊതിച്ചിട്ട് പോയി, അത്ര നല്ല ഡ്രസ്സുകൾ. നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലേ, എത്ര ഡ്രസ്സുകൾ കണ്ടാലും മതിമറന്ന് നമ്മളങ്ങ് നിന്ന് പോകും. വേണ്ട വേണ്ടാന്ന് മനസ്സ് എത്ര പറഞ്ഞാലും നമ്മൾ കൂട്ടാക്കില്ല. വേണ്ടാന്ന് മനസ്സ് പറയും. പിന്നെ വേറൊരാളും കൂടി പറയും, കെട്ടിയവനും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ആ നിലയ്ക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്കിതാ കുറെ ആ വൈറ്റ് സ്കേർട്ടൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങളൊരു ക്രോപ്പ് ടോപ്സ് അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ തപ്പി നടക്കുകയാണ്. മാക്സിന്റെ മുക്കിലും മൂലയിലും ഞങ്ങളങ്ങ് തപ്പി നടന്നു എല്ലാവരുടെയും. പക്ഷെ കണ്ടു കിട്ടിയില്ല ക്രോപ്പ് ടോപ്സ്. ഞങ്ങൾക്ക് അത് കണ്ടു കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ആ വൈറ്റ് ക്രോപ്പ് ടോപ്സ് നല്ലതാണ്, പക്ഷെ സാരിക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ല കേട്ടോ. അത് അങ്ങനെ എനിക്ക് ക്യാമറ പിടിച്ചു തരുന്നത് എൻ്റെ സ്വന്തം അനുജത്തി സായിക്കുട്ടിയാണ്. അവളാണ് എൻ്റെ ക്യാമറമാൻ. ഇന്ന് എനിക്ക് നന്നായിട്ട് ക്യാമറയൊക്കെ പിടിച്ച് എന്നെ അങ്ങ് നിറച്ചു നിർത്തണ്ടേ. ഒരു വൃത്തിമെടുപ്പില്ലാത്ത സാധനം എടുത്തിരുന്നത്. എനിക്ക് ഒട്ടും ചേരില്ല സാധനം. മറ്റുള്ളവർക്കൊക്കെ ചേരുമായിരിക്കും ബ്ലൂ ഇട്ടാ, എനിക്ക് ചേരില്ല. അപ്പൊ ഞാനത് പിന്നെ ഒരു വൈറ്റ്, എനിക്ക് വൈറ്റിലേക്ക് ഭയങ്കര നോട്ടണ്ടേ. അപ്പോൾ അതൊക്കെ കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ അവരെങ്ങനെ വലിച്ചു കൊണ്ട് പോവാണ്. അപ്പൊ എനിക്ക് ആ റെഡ് ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമായിട്ടില്ലേ അത്? എന്ത് ഭംഗിയല്ലേ. ക്രോപ്പ് ടോപ്സ് നോക്കിക്കൊണ്ട് ഒരാൾ മുന്നിലോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വീഡിയോസൊക്കെ എടുത്ത് മാക്സ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. മാക്സിൻ്റെ എല്ലാ വസ്ത്രങ്ങളും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ ഷോകളുണ്ട്. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞാലൊന്ന് വലിച്ചു നോക്കും. വേണ്ട മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചു. അത് മെറ്റീരിയൽ അവിടെ വെച്ചു. ഞാൻ എൻ്റെ ഒരു വളരെ ഉത്തരവാദിത്വത്തോട് അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് പറയും, ക്രോപ്പ് ടോപ്സ് സബ്ജക്റ്റ്. അപ്പം ഞങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ചിലാണ്. ഗൂഗിൾ അമ്മിച്ചി ഒന്നും പറഞ്ഞു തന്നില്ല. പറഞ്ഞു തന്നു, കുറച്ച് കടകളൊക്കെ പറഞ്ഞു തന്നു. അവിടെ നോക്കാന്ന് വെച്ചു ഫാബ് ഇന്ത്യ, നമ്മുടെ ബെസ്റ്റ് ഫാബ് ഇന്ത്യയിലേക്ക് പോകണം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ വന്നതല്ലേ. ഇനി ഇവിടെയൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. സസൂക്ഷ്മം അല്ലേ, സസൂക്ഷ്മം. അങ്ങനെ നോക്കി. എങ്ങനെയാന്നല്ലേ, കണ്ണൊക്കെ ഉരുട്ടി പിടിച്ച് നോക്കി. അത് സുസുസു വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഇത് നമ്മുടെ സായിക്കുട്ടി പണ്ടിട്ടിരുന്ന ഡ്രസ്സ് നോസ്റ്റ് അടിച്ച് ഞങ്ങളങ്ങ് തലങ്ങും വിലങ്ങും കൊടുത്തു. ഒന്ന് കിളിക്ക് അങ്ങോട്ട് നോക്കി. എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചു നോസ്റ്റു. സായിക്കുട്ടിയുടെ പണ്ടത്തെ ഡ്രസ്സാണിത്. അതുപോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വട്ടം കറങ്ങി ഇങ്ങനെ നടക്കും. എനിങ്ങനെ വട്ടം കറങ്ങണേ എൻ്റെ വായ മക്കളെ അടച്ചിട്ടില്ല ഞാൻ. അവറ്റങ്ങൾക്ക് രണ്ടിനും ചെവിത്തല ഞാൻ കേൾപ്പിച്ചിട്ടില്ല. കലപില അവിടുത്തെ മ്യൂസിക് ഉണ്ട്, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. മക്കളെ നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്താ വേണ്ടത്? അപ്പം ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ഫുഡ് കോർട്ടിലെത്തിയിട്ട് നമ്മളങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കുകയാണ്. എല്ലാവരും ഓർഡർ ചെയ്തോളൂ. എന്താ വേണ്ടേ? ആരുടെ ചിലവ്? അവരെല്ലാവരും പറഞ്ഞു ചേച്ചി എന്താ വേണ്ട, ഇങ്ങ് ഓർഡർ ചെയ്തോ, എൻ്റെ ചിലവാണെന്ന്. ഞാനതങ്ങ് വിശ്വസിച്ചു. അവരെന്നെ പറ്റിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എന്താ വേണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ ഞാൻ പറഞ്ഞു. ആർക്ക്? ചേച്ചിയുടെ ചിലവാണോ? അതെ എൻ്റെ ചിലവ്, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് വേണം എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത് വേണം, എനിക്ക് പേരുകൾ എല്ലാം എനിക്ക് ചേട്ടനാണ് സെലക്ട് ചെയ്ത് തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ എൻ്റെ സന്തോഷം കണ്ടോ, അവർ പറയാണ് ഇത് ചേച്ചിയുടെ ചിലവാണെന്ന് പറയാണ്. അപ്പം ഞാൻ ആ ഒരു ചിരിയാണ് കേട്ടോ, മനോഹരമായി ചിരി. ചേച്ചിയുടെ ചിലവില്ലല്ലേ, എന്തൊക്കെ ചിലവുകളാണ് അവർ എണ്ണി എണ്ണി പറയുകയാണ്. എനിക്ക് അതിൻ്റെ ചിലവ് കിട്ടിയിട്ടില്ല, ഇതിൻ്റെ ചിലവ്, എന്തൊക്കെ ചിലവുകളാണെന്നറിയോ, കയ്യിലൊന്നും എണ്ണാൻ പറ്റുന്നില്ല. എൻ്റെ തലയ്ക്ക് കൈവച്ച് ഞാനങ്ങ് നിൽക്കുക, എന്ത് വേണം. അപ്പം ഞാൻ തട്ടി സന്തോഷമായി, എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. അവരങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് വേണമെന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പേരുകൾ ഓരോന്ന് പറയാണ്, അവർക്ക് ഇഷ്ടമുള്ളത് എല്ലാവരും ഇതൊക്കെ അവർ കഴിച്ചിട്ടുള്ളതാണ്. ഞാനാണ് അങ്ങനെ ഈ വക സാധനങ്ങളിലേക്ക് അധികം എത്തിപ്പെടാത്തത്. ഇവരെ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കഴിക്കുക. അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവര് ഓരോ പേരുകളായിട്ട്, നമ്മൾ പുസ്തകത്തിൽ പോലും ഇങ്ങനെ ഓരോ പേരുകളായിട്ട് വെച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ മെനു കാർഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വായിക്കുക. നമ്മൾ കൂടുതൽ വായിക്കുന്ന പുസ്തകം എന്താണ്? മെനു കാർഡാണ്. മെനു കാർഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കും. ഒരു എഴുത്തും വായന നമുക്ക് അറിവില്ലെങ്കിലും മെനു കാർഡ് വായിക്കുക നമുക്ക് ബെസ്റ്റാണ്. നമ്മൾ ബെസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ബുക്കിന്റെ പേരാണ് മെനു കാർഡ്. അങ്ങനെ നമ്മൾ മെനു കാർഡ് ചെന്നോ, മെനു കാർഡ് വന്നു, പയ്യനോട് ചോദിക്കാണ് ഇതിൽ എന്താ കൂടുതൽ നല്ല ടേസ്റ്റ് എന്നൊക്കെ. പക്ഷേ പയ്യൻ പറഞ്ഞു അവൻ്റെ ഒപ്പീനിയനും കൂടി എടുത്ത് നമ്മൾ കുറച്ച് 2-3 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇന്നത് മതിയോ സായിക്കുട്ടി ഏത് വേണമെന്നൊക്കെ ചോദിക്കാണ്. പക്ഷേ സായിക്കുട്ടിക്ക് പേരുകൾ ഏതൊക്കെ വേണം എന്തൊക്കെ അവൾ സത്യം പറഞ്ഞ ഈ മെനുക്കടൽ ഒരുവിധമൊക്കെ അവൾ കഴിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളല്ലേ, ജനറേഷൻ ഗ്യാപ്പ് ഫീലിങ്സ്. അങ്ങനെ അവളെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം സായിക്കുട്ടി അങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സായിക്കുട്ടി ഓർഡർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ബില്ല് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സായിക്കുട്ടി ചോദിക്കണത്, അല്ല ഈ സ്ഥലം ഏതാണ്? അങ്ങനെ ഞാൻ നിൽക്കുന്ന നിലവ് കണ്ടില്ല, തലകറങ്ങി നിൽക്കുകയാണ്, വിചാരിക്കരുത്, സന്തോഷം കൊണ്ട് തന്നെയാണ്. അപ്പോഴാണ് സായിക്കുട്ടി ചുറ്റിനും നോക്കിയിട്ട് ചോദിക്കാണ് ഇത് ഏതാ മാള്? സായിക്കുട്ടിയുടെ ആ ചോദ്യത്തിലെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ആ സ്ഥലം അങ്ങ് മറന്നുപോയി. ആ ഹൈലൈറ്റ് മോൾ, കുറെ മാളുകൾ വന്നതുകൊണ്ട് നമ്മള് ഹൈലൈറ്റ് മോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. ബില്ല് കിട്ടിയ സന്തോഷം കൊണ്ട് കണ്ടില്ലേ, ഞാൻ അടുത്തത് തന്നെ ഡൽഹിയിൽ വരാനാണ് പറഞ്ഞത്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരേ. അവിടെ ചിലപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുമ്പോൾ ഡൽഹിയിൽ വരുമ്പോഴേ ഞാൻ ആരാന്ന് ചോദിക്കുന്നതെന്നാ വിജയ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്താ കാർക്കൂന്തൽ അല്ലേ, നമ്മുടെ ആ കാർക്കൂന്തൽ കുടുംബാന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കേട്ടോ. കാർക്കൂന്തൽ അങ്ങ് കെട്ടി ഒതുക്കി അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർത്തമാനം വളകളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് നമ്മുടെ കൂർക്കഞ്ചേരി പൂയത്തിൻ്റെ വളകളാണ്. അത് കഴിഞ്ഞ് മൂക്കുത്തിയൊക്കെ നോക്കിയോ, മൂക്കുത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സായിക്കുട്ടി. മൂക്കുത്തി നവരത്നത്തിന് മൂക്കുത്തിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഭൂതകാലങ്ങളിലേക്ക് അങ്ങ് ചേക്കേറിപ്പോയി. എൻ്റെ പൊന്നോ, പണ്ട് കിട്ടിയ അടികള്, കന്നു പറിച്ച മാങ്ങകള്, കളിച്ച ഊഞ്ഞാലുകള്, നമ്മൾ ഓടിക്കളിച്ച നമ്മുടെ മുറ്റം, ഇന്നൊക്കെയാണ് നമ്മളതൊക്കെ ടൈലിട്ട് നികത്തി പഞ്ചറക്കി കളഞ്ഞു. അന്നത്തെ മണ്ണിലൊക്കെ നമ്മൾ ഓടിക്കളിച്ചിരുന്ന കുട്ടികളാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ച് പിന്നെ സന്തോഷിച്ച് എല്ലാം ഇരിക്കുകയാണ് ഞങ്ങൾ. ഓരോരോ കഥകളിലും നമുക്ക് അന്നുണ്ടാകുന്ന ഓരോ കഥകളിലും നമുക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കും. കാരണം ദുഃഖം എന്ന് പറയുന്നത് എന്താണെന്നോ, അന്ന് നമ്മളെ വഴക്ക് പറഞ്ഞവരോ നമ്മളെ ശാസിച്ചവരോ നമ്മളെ ശിക്ഷിച്ചവരോ ഒന്നും നമ്മുടെ കൂടെ ഇല്ല. പലരും നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് പേടിയുണ്ടായിരുന്നവർ അവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതൊക്കെ നമുക്കൊരു സങ്കടമാണ്. കാരണം നമ്മൾ ഈ നല്ല രീതിയിൽ നമ്മൾ ഭാര്യ ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നു, മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നതൊക്കെ കാണാൻ അവരൊന്നും ഇല്ല എന്നുള്ളൊരു
സങ്കടം. കാരണം ഈ അവരെ കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ വളർത്തുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങണത്. അപ്പം അന്നത്തെ ഒരു സങ്കടങ്ങളെയൊക്കെ കുറിച്ച് ഭയങ്കര വിഷമിച്ചും സങ്കടപ്പെട്ടും പിന്നെ സന്തോഷിച്ചൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്ന് ഓടിക്കളിച്ചത്, മാമിൻ്റെ വീട്ടിലേക്ക് വരുന്ന സീനുകൾ എല്ലാം ഒന്ന് ഒരു വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലും. വെക്കേഷന് 2 മാസം തിമർക്കും ഞങ്ങൾ. ഏപ്രിൽ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമർത്ത് മറയും. ആ മറിച്ചിലാണ് നമ്മളുടെ ജീവിതം മൊത്തം എന്ന് പറയും. അത്രമാത്രം നമ്മൾ വേർത്ത് കുളിച്ച് എപ്പോഴും ഇങ്ങനെ നടന്നിരുന്ന ഒരു ബാല്യകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. പാടത്ത്, പറമ്പിൽ, ഇതൊന്നും നമുക്ക് ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അന്നൊന്നും നമുക്ക് ഇതുപോലെ ക്യാമറകളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വർത്തമാനത്തിനിടയിൽ സായിക്കുട്ടി പോയിട്ട് വേഗം നമ്മുടെ ഐസ്ക്രീമും ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക്, ഈ വക സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവരെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കേ. നമ്മുടെ 3 പേരുടെ വന്നാ ഇതാണ് 3 പേരെ ഓർഡർ ചെയ്തത്. ഇതാണ് എൻ്റെ അതവളുടെ. അങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കൊതിയോടെ ഈ ഒരു സീനുണ്ടല്ലോ, ഇനി ഈ ജന്മത്തും നമ്മൾ മറക്കില്ല. ഇത് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ സ്നേഹമാണ് കേട്ടോ. ഈ ഒരു സ്നേഹം ഇത് മറക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കണ്ണീന്ന് ഇങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു സീനാണ്. അപ്പൊ അങ്ങനെ ആ ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാട്ടൊന്ന് പറയും. എല്ലാം സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഹൈലൈറ്റ് മാളിലെ നമ്മളെന്താ പറയുക, കോഫി ഹൗസ്. അവരതാണ് ഒരു വഴിക്ക് എല്ലാതും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ചീഞ്ഞോടങ്ങിയൊക്കെ കണ്ടോ, ഞങ്ങൾ കുത്തിയൊക്കെ എന്തായാലും അങ്ങനെ ഞങ്ങൾ വീണ്ടും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മറക്കാൻ പറ്റാത്ത സീനുകളാണ്. അടുത്തത് അവള് വീണ്ടും കോരി തന്നതാണ്. ഇപ്പം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ ഞാൻ വീണ്ടും കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് വീണ്ടും അത് മാറ്റിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വീണ്ടും ഇതിലൊരു കോമഡി ഉണ്ട് ഈ ചിരിക്കുന്നതിൽ. നിങ്ങൾക്ക് അതൊരു പ്രത്യേക പ്രത്യേകിച്ചൊന്നുമല്ല കൂട്ടുകാരെ. ഞാൻ പറഞ്ഞേ ഈ ഐസ്ക്രീം കഴിക്കണേൻ്റെ അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ഈ നാരങ്ങ വെള്ളം കുടിച്ച ചേച്ചിയിട്ട് ഞങ്ങൾ ഇനി ടോയ്ലറ്റിൽ വന്ന് വ്ളോഗ് ചെയ്യേണ്ടി വരുന്നെന്ന്, ക്യാമറയും കൊണ്ട് ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് വരേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊരു കണ്ടന്റ് കിട്ടുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ കുടിച്ചോളാൻ പറയാണ്, എന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നെ പ്രോത്സാഹിപ്പിച്ചതാ. എൻ്റെ പൊന്നെ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ എക്സലേറ്റർ, അയ്യോ അതിലങ്ങ് കയറാനിറങ്ങാൻ എനിക്ക് ഒരു പെട്ട പാടുകൾ. എനിക്ക് പണ്ടേ പേടിയാണ് ഈ ലിഫ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. വീഴാൻ പോയതാ, അതിം തിരക്കണതോ എന്താന്നോ ആ ക്യാമറ കണ്ടോന്നൊന്ന് നോക്കിയതാ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാനതാ നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തക്കാളൂനും നാണീനും ഓർമ്മ വരണു എന്ന് പറഞ്ഞതാ. എനിക്കത് തക്കാളും നാണിയും ആണ് ഈ ഡ്രസ്സുകൾ, കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ അവരെയൊക്കെ ഓർക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് റെഡി ആവാന്ന് വിചാരിച്ച് പുറത്തേക്ക് പോവല്ലേ, വീണ്ടും പുറത്തേക്ക് പോവാണ്. അപ്പം റെഡി ആവാൻ ചെന്ന് പോയ ലിഫ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒന്ന് ഓൺ ചെയ്യാനായിട്ട് നോക്കിയതാണ് ശബ്ദം പറയുന്നതൊക്കെ കേൾക്കാനായിട്ട്. അപ്പം എൻ്റെ ഒരു പാട്ട് വരണോ, ഇനി കോപ്പി റൈറ്റിംഗ് ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനത് സായിക്കുട്ടിയാണ്, സായിക്കുട്ടി എന്നെ ഞാനിതൊക്കെ എടുക്കുന്നത് കണ്ടിട്ടൊന്ന് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓരോ അതിനെക്കുറിച്ച് സംസാരിക്കും. അവൾ പെയ്ഡ് പ്രൊമോഷൻ അല്ല, സായിക്കുട്ടിയാണ് എടുക്കുന്നത്, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കാരണം അതായത് സായിക്കുട്ടി പെയ്ഡ് ആണ് എടുക്കണമെന്നുള്ളത് ഞാൻ പുറത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് ലിപ്സ്റ്റിക് എടുത്തോട്ട് 2 എണ്ണം ഞാനത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് പിന്നീട്. അങ്ങനെ അത് ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് അതൊക്കെ ഞങ്ങൾ നോക്കുകയാണ്, എൻ്റെ ഷെയ്ഡുകളൊക്കെ ഒന്ന് നോക്കുകയാണ്. എനിക്ക് ഡാർക്ക് ഷെയ്ഡാണ് ചേരാന്ന് പറയുകയാണ് സായിക്കുട്ടി. അപ്പോൾ ഞാനത് അധികം ഡാർക്ക് ഷെയ്ഡ് എനിക്ക് യൂസ് ചെയ്യുന്നത് ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട്, ഏട്ടന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് അത്ര യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇട്ടപ്പോൾ ചേച്ചിക്ക് കുറച്ചുകൂടെ നല്ലത് ഡാർക്ക് ഷെയ്ഡാണെന്ന് പറഞ്ഞപ്പോൾ അത് 2 കളർ ഞാൻ എടുത്തുട്ടാം. ആദ്യം ഇട്ട് നോക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് എടുത്തു. അങ്ങനെയൊക്കെ കണ്ടോ,
ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല കളറല്ലേ, നന്നായിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ആ ഷെയ്ഡ് എടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് ഓരോന്ന് ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി മേടിക്കണം എന്ന് വെച്ചാൽ നല്ല പൈസ വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നോക്കി കണ്ട് തന്നെ നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് ബില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അമുത വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇതാ പോവാണെന്ന് ഞങ്ങൾ പറയാണ്, ടാറ്റാ ബബ്ബായി ഒക്കെ പറയാണ്. അങ്ങനെ ചതല് കാണാത്തവർക്ക് ചതല് കാണിച്ചു തരും. ഇതാണ് ചതല്. വീഡിയോ ഞങ്ങൾ ഊബർ വന്നേക്കുന്നു. ഇനി ഊബർ ചെയ്യാനും പോകുന്നു. ഊബറിൽ കയറാൻ പോകുന്നു. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ ഫാബിൻ്റെക്കാണെന്നാണ് എൻ്റെ വിചാരം. അതെന്ത് തോന്നുന്നു, ഫാബിൻ്റെ. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഫാബിന്ത്യയിലൊക്കെ പോകുന്നതായിട്ട്. നമുക്ക് അത് എല്ലാവരും കാണണേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ.